ഹായ് എവറി വൺ, നോക്ക് ദ റെസിപ്പീസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വെറും 5 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഒരു പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ്. എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ മാങ്ങാ പച്ചടി. അപ്പോൾ വളരെ സിമ്പിളും അതേസമയം രുചിയിൽ ഒട്ടും കോംപ്രമൈസും ഇല്ലാത്ത ഈ പച്ചടിയുടെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഒരു ചെറിയ മാങ്ങ ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമാങ്ങയായാലും ഇതുപോലെ ചെറിയ മധുരം വെച്ച് തുടങ്ങിയ മാങ്ങയായാലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പച്ചമാങ്ങ എന്ന് പറഞ്ഞു വാങ്ങിയതാണ്, പക്ഷെ കിട്ടിയത് കുറച്ച് മധുരം വെച്ച് തുടങ്ങിയ മാങ്ങയും. അപ്പോൾ പിന്നെ ഇത് വെച്ച് തന്നെ പച്ചടി ചെയ്യാമെന്ന് കരുതി. പിന്നെ അരക്കപ്പ് നാളികേരം, അതായത് 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ടേബിൾ സ്പൂണിൽ അളന്നപ്പോൾ സെയിം അളവിൽ, അതായത് 3 ടേബിൾ സ്പൂൺ തന്നെ തൈര്, നന്നായി ഒരു സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരാണിത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവയാണ് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് തൈര് ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും, അതായത് നാളികേരം, മുളക് പൊടി, കടുക്, ഉപ്പ്, അരിഞ്ഞു വെച്ച മാങ്ങ എന്നിവ ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഫൈനായി അരച്ചെടുക്കണം. തീരെ വെള്ളം ചേർക്കാതെ ഇടയ്ക്കിടെ മിക്സി നിർത്തി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല ഫൈനായി ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അമ്മ മിക്സി യൂസ് ചെയ്തല്ല, അമ്മിയിലാണ് ഇങ്ങനെ അരച്ചെടുക്കാറുള്ളത്. ഇനി ഈ അരച്ചെടുത്ത കൂട്ടിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി മാങ്ങാ പച്ചടി റെഡി. ഇട്ടാൽ ഇതുപോലെ വീഴുന്ന പാകമായിരിക്കണം നമ്മുടെ പച്ചടിയുടെ കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസി കിട്ടാനാണ് നമ്മൾ അരയ്ക്കുമ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമോ തൈരോ ഒന്നും ചേർത്ത് കൊടുക്കാത്തത്. സദ്യയിലേക്കൊക്കെ നല്ലൊരു ഈസിയും ടേസ്റ്റിയുമായ ഒരു സൈഡ് ഡിഷായും ഈ പച്ചടി ചൂസ് ചെയ്യാവുന്നതാണ്. തൈരൊക്കെ മിക്സ് ചെയ്ത ശേഷം ഞാൻ ഈ പച്ചടി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പും എരിവും പുളിയും ഒപ്പം മാങ്ങയുടെ ചെറിയ മധുരവും ഒക്കെയായി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ മാങ്ങാ പച്ചടി. ഉണ്ടാക്കേണ്ട താമസമേ ഉള്ളൂ. എൻ്റെ മക്കൾ കൊണ്ടുപോയി വാരി തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. വല്ലാതെ പുളിയുള്ള മാങ്ങ ചേർക്കുമ്പോൾ നമ്മുടെ പച്ചടിയും വല്ലാതെ പുളി കൂടി ടേസ്റ്റ് നന്നായി വരില്ല. ഞാൻ അതുകൊണ്ട് പുളി കുറവുള്ള മാങ്ങയാണ് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എരിവും പുളിയും ഉപ്പും ഒക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതുകൊണ്ട് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും സ്റ്റവ് പോലും ഓൺ ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ പച്ചടി തയ്യാറാക്കി നോക്കണേ. ഒപ്പം ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കേണ്ട കേട്ടോ. എന്നാൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.